കലാസ്നേഹികളെ, ഗുരുജനങ്ങളെ, മനുഷ്യർ നന്മയുടെ നിറകുടങ്ങളാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നവർ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവർ. പക്ഷേ ഇന്നത്തെ മനുഷ്യൻ്റെ സ്ഥിതിയോ? സ്വാർത്ഥതയുടെ മതിൽക്കെട്ടിനുള്ളിൽ സ്വന്തം സുഖം തേടുന്നവരാണ് പലരും. എന്നാൽ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി വ്യാപരിച്ച് നന്മയുടെ ഇത്തിരി വട്ടം പകരുന്ന നല്ല മനുഷ്യരുമുണ്ട്. ഇത് അങ്ങനെയുള്ളൊരു കുടുംബത്തിൻ്റെ കഥയാണ്. നിങ്ങളുടെ ശ്രദ്ധയ്ക്കും പരിചിന്തനത്തിനുമായി വിനയപൂർവ്വം സമർപ്പിക്കുന്നു പരിമളം പരത്തുന്നവർ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭാവാന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മന്ദവന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇത് തെക്കേച്ചിറ ചാക്കോച്ചൻ്റെ കുടുംബം. കൂലിപ്പണിക്കാരനായ ചാക്കോച്ചന് മക്കൾ 4, 3 പെണ്ണും ഒരാണും. ആൺചെറുക്കനെ കർത്താവങ്ങെടുത്തു. ക്യാൻസർ ആയിരുന്നു. 2 പെൺമക്കളെ കെട്ടിച്ചയച്ചു. ഇനി ഒരാളുകൂടിയുണ്ട്, എസ്തേർ. മോളെ എസ്തറേ, ബൈബിൾ എടുത്തൊന്ന് വായിച്ചേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവനിരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അപ്പച്ചാ, അപ്പച്ചാ, ചിണുങ്ങാതെ കാര്യം പറ കൊച്ചേ. ഈ വർഷത്തെ അതിരമ്പുഴ പെരുന്നാളിന് എന്നെ ഫയർ വർക്ക്സ് കാണിക്കാൻ കൊണ്ടുപോകാമോ? എന്തോന്നാടി കൊച്ചേ ഈ ഫയർ വർക്ക്? ഫയർ വർക്ക് അല്ല അപ്പച്ചാ, ഫയർ വർക്ക്സ്, കരിമരുന്ന് കലാപ്രകടനം, വെടിക്കെട്ടേ വെടിക്കെട്ട്. ഓ അത് ഓ പിന്നെ, ഇപ്പോഴും കുഞ്ഞാണെന്ന് അവളുടെ ഒരു വിചാരം. കെട്ടിക്കാൻ പ്രായമായി. അപ്പോഴാ അവളുടെ ഒരു വെടിക്കെട്ട്. കഴിഞ്ഞ ആഴ്ച കൂടി ഒരു ചെറുക്കം വന്ന് കണ്ടിട്ട് പോയതേ ഉള്ളൂ. അമ്മച്ചി വരണ്ട, ഞാനും അപ്പനും കൂടി അങ്ങ് പൊക്കോളാം. ഓ പിന്നെ ഇപ്പൊ പോയത് തന്നെ. എല്ലാവരിലും ഉണ്ട് ത്രേസ്യാമ്മേ ഒരു കുരുന്ന് മനസ്സ്. വേണമെങ്കിൽ നീയും പോര് വെടിക്കെട്ട് കാണാൻ. ഓ, ഈ വയസ്സാങ്കാലത്ത് ഇനിയിപ്പോ വെടിക്കെട്ട്. എനിക്ക് പുണ്യാളച്ചന്റെ നടയിൽ നിന്ന് ഒരു കുർബാന അർപ്പിച്ചാൽ മാത്രം മതിയേ. അമ്മ എന്തു പറഞ്ഞാലും അപ്പൻ എന്റെ ആഗ്രഹം സാധിച്ചു തരില്ലേ അപ്പാ? ആ നമുക്ക് പോയേക്കാവടി. അപ്പൻ എന്റെ മുത്ത ചക്കരയുമ്മ. ഞാൻ ചേച്ചിമാരോട് ഇതൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരാവേ. അതെ, അടുത്ത മാസം അവൾക്ക് 26 വയസ്സ് തികയ്യ. വെടിക്കെട്ടും കണ്ട് നടന്നോ? ആ കാഞ്ഞിരപ്പള്ളിക്കാർ ഇന്നലെയും വിളിച്ചിരുന്നു. കയ്യിലൊന്നുമില്ലാതെ ഈ കൂലിപ്പണിക്കാരനെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ? ഇവൾക്ക് വേണ്ടി സമ്പാദിച്ചതൊക്കെ എൻ്റെ തോമാച്ചൻ്റെ ചികിത്സയ്ക്കായി ചെലവായി. നമ്മുടെ തോമാച്ചൻ അവസാനം നീ വിഷമിക്കാതെ ത്രേസ്യാമ്മേ, എല്ലാം തമ്പുരാൻ തരും. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു ചിട്ടിയുടെ കാര്യം? അതിൻ്റെ കാശ് ഇന്നലെ കിട്ടി. ഒരു 1.25 ലക്ഷം രൂപ വരും. അവൾക്ക് സ്ത്രീധനമായിട്ട് ഒന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്? എന്തായാലും നമുക്ക് പെങ്കുച്ചിനെ ഇറക്കി വിടാം. അതെ, എന്തായാലും എന്തേലും കൊടുത്തു വിടണ്ടേ അവക്ക്? കൂടാതെ കല്യാണ ചെലവിന് വേറെയും. എല്ലാം നമ്മൾ മനസ്സറിഞ്ഞ് വിളിക്കുന്ന ദൈവം നടത്തി തരുവടി. അതാണ് എൻ്റെയും പ്രതീക്ഷ. എന്നാൽ ഞാൻ ഭക്ഷണം വിളമ്പട്ടെ? ചാക്കോച്ച അവറാച്ച
കേറി വാ. അവറാച്ചേണ്ട ഈ നേരത്ത് വാ ഇരിക്ക്. ഓ, ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഇരുന്നാ സമാധാനം കിട്ടത്തുമില്ല. അവളുടെ കാര്യമൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? മറ്റന്നാളാണ് ഓപ്പറേഷൻ. മക്കൾ ആരും ഇല്ലാത്തത് കൊണ്ട് ആര് സഹായിക്കാനാ? 3 ലക്ഷം രൂപ വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. പലയിടത്തു നിന്നും കടം വാങ്ങി നുള്ളിപ്പെറുക്കിയൊക്കെ 2 ലക്ഷം രൂപ ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇനി 1 ലക്ഷം രൂപയും കൂടി വേണം. അവറാച്ചൻ എന്താ ഉദ്ദേശിക്കുന്നേ? ചാക്കോച്ച, എന്നെ ഒന്ന് സഹായിക്കണം. 1 ലക്ഷം രൂപ ഒന്ന് തരണം. കടമായിട്ട് തന്നാ മതി. എന്റെ കിടപ്പാടം വിറ്റിട്ടാണേലും ഞാൻ അത് തിരിച്ചു തന്നോളാം. അവറാച്ച, നിങ്ങളുടെ ബുദ്ധിമുട്ടും ആവശ്യവുമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് കാശും ഉണ്ട്. പക്ഷേ ഇവൾക്ക് വേണ്ടി അത് മാറ്റി വെച്ചിരിക്കുക. നാളെ പോയി കല്യാണം ഉറപ്പിക്കാനാണ് തീരുമാനം. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്. ഏയ്, ഇല്ലടോ ഇല്ലടോ, സാരമില്ല, കുഴപ്പമില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പ്രതികരിക്കുന്നത്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. അവറാച്ചായ, ഒന്ന് നിൽക്കണേ. അപ്പച്ച, എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. അത് ദൈവം സമയം പോലെ അങ്ങ് നടത്തിക്കോളും. എൻ്റെ വിവാഹത്തിനും വലുതല്ലേ നമ്മുടെ അന്നാമ്മച്ചേട്ടത്തിയുടെ ജീവൻ. ഇപ്പോൾ അത് നടക്കട്ടേന്നേ. അപ്പച്ചന് ആ കാശ് അങ്ങ് കൊടുത്തേ. മോളെ, അത് 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 വേണോ മോളെ? കൊടുക്കപ്പച്ച. നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരവസരം പോലും നഷ്ടപ്പെടുത്തരുതെന്ന് എന്നെ പഠിപ്പിച്ച അപ്പച്ചനാണോ ഇപ്പൊ ഈ തടസ്സം നിൽക്കുന്നേ? ആ കാശങ്ങ് കൊടുത്തേ. മോളുടെ ആഗ്രഹം അതാണെങ്കിൽ ഞാനത് ചെയ്യാം. അവറാച്ച ഇങ്ങോട്ട് വന്നേ. നമുക്ക് അത്താഴമൊക്കെ കുടിച്ചിട്ട് കാശുമായിട്ട് അങ്ങ് പോകാം. എന്റെ ദൈവമേ, ഈ അപ്പനോടും മോളോടും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. 2 ദിവസങ്ങൾക്ക് ശേഷം അവറാച്ചൻ്റെ ഭാര്യ അന്നമ്മയുടെ ഓപ്പറേഷൻ വിജയകരമായി നടന്നു. അവറാച്ചനെ സഹായിച്ച് നല്ല അയൽക്കാരനാകാൻ സാധിച്ചതിൻ്റെ സന്തോഷം ചാക്കോച്ചൻ്റെ കുടുംബത്തിനുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു സന്ധ്യാസമയം. ഇപ്രാവശ്യത്തെ മുടിയൂർക്കരപ്പള്ളിയിലെ തിരുനാൾ ഗംഭീരമായിരിക്കും. നോട്ടീസ് എങ്ങാനും കണ്ടോടി മോളെ നീ? ഞാൻ കണ്ടായിരുന്നല്ലോ അപ്പച്ച. ദേ ഇവിടെ അല്ലേ ഇരിക്കുന്നേ. ദാ എന്തൊക്കെയുണ്ട് ചാക്കോച്ച വിശേഷങ്ങൾ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ചോ, നമ്മുടെ പള്ളിയിലെ തിരുനാളിന്റെ വിശേഷങ്ങളെ കുറിച്ച് പറയുകയായിരുന്നു. പെരുന്നാളല്ലേ ചാക്കോച്ച, ഞാനും തിരക്കാ. അച്ഛൻ ഇരിക്കെ. അച്ഛൻ ഈ വഴി ഇപ്പോ? ഞാൻ ആ മോളേലെ ബേബിച്ചിന്റെ വീട് വരെ വന്നതാ. ബേബിച്ചിന്റെ അച്ഛൻ പ്രായമായി മേലാതിരിക്കുമല്ലേ. ഒരു രോഗി സന്ദർശനം. പിന്നെ ഇവളുടെ കല്യാണക്കാര്യം അതെന്തായി? അതച്ചോ കുറച്ചുകൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചു. അതെന്താ ചാക്കോച്ച, കാഞ്ഞിരപ്പള്ളിന്ന് ഒരു നല്ല ആലോചന വന്നതല്ലായിരുന്നോ? സാമ്പത്തികമായി കുറിച്ച് ബുദ്ധിമുട്ടിലാണ് അച്ചോ. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ ചാക്കോച്ച. ഞാൻ ഇന്നാള് സൗദിയിൽ 1 മാസത്തെ ശുശ്രൂഷയ്ക്ക് പോയില്ലായിരുന്നോ? അവിടെ ഒരു മരിയൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അവരെല്ലാ വർഷവും ഒരു പെൺകുട്ടിയുടെ വിവാഹ ചെലവ് മുഴുവൻ വഹിക്കാറുണ്ട്. എസ്തറിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞപ്പോഴേ ഞാൻ അവരോട് സൂചിപ്പിച്ചിരുന്നു. ഇത്തവണ അത് നമ്മുടെ ഇവക്കാകട്ടെ എന്നാണ് തീരുമാനം. സത്യമാണോ അച്ഛ ഈ പറയുന്നത്? അതെന്താ മോളെ അങ്ങനെ? ദേ ഇത് നോക്കിക്കേ, അവരുടെ കൺഫേം ആയിട്ടുള്ള മെയിൽ വന്നിട്ടുണ്ട്. ദൈവമേ, നീ വലിയവനാണ്. കണ്ടോ മോളെ,
നമ്മൾ ഒരു നന്മ ചെയ്തപ്പോൾ അതിലും വലിയൊരു നന്മ കൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ചു. എന്താ ചാക്കോച്ച കാര്യം? അതച്ഛാ, നമ്മുടെ അവറാച്ചായനില്ലേ, അവറാച്ചായന്റെ ഭാര്യ അന്നമറ്റ ചേട്ടത്തിക്ക് ഓപ്പറേഷന് പണം തികയാതെ വന്നപ്പോ എന്നെ കെട്ടിക്കാൻ അപ്പച്ചൻ സ്വരുക്കൂട്ടിയിരുന്ന ആ 1,00,000 രൂപ കൊടുത്താ സഹായിച്ചത്. അതിപ്പോ ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായി മാറി. ആ കാര്യമാ പറഞ്ഞത്. അതങ്ങനെയേ വരൂ. ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്. അവിടുന്ന് ആ കടം വീട്ടും. ഇപ്പോൾ വിശ്വാസമായില്ലേ എല്ലാവർക്കും? ഭയങ്കര വിശ്വാസമായി അച്ചു. നമ്മുടെ ദൈവം വലിയവനാണ്, കാരുണ്യവാനാണ്. വാ, നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കാം.